ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ട ഈ ഒരു വീഡിയോയുടെ ഫുൾ ട്യൂട്ടോറിയലാണ്. സോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ട്രാൻസിഷൻസ് ഒക്കെ നമ്മൾ ഓരോന്നായി ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ആരും കാണാൻ മറക്കരുത്. സോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ എഡിറ്റ് ചെയ്യലാണ്. അപ്പോൾ ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എങ്ങനെ ഓഡിയോ എഡിറ്റ് ചെയ്യാമെന്നും SFXൻ്റെ ആ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കി നിങ്ങൾ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ ഫസ്റ്റ് പഠിക്കുക. സോ ഞാനിപ്പോൾ ഈ ഒരു ഓഡിയോയിലാണ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമ്മുടെ കട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ബീറ്റിനനുസരിച്ച് റെഡിയാക്കി വെക്കാം. ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കാം ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കട്ട്സിൻ്റെ ടൈം ലൈനൊക്കെ. ഓക്കെ, അതുപോലെ നിങ്ങൾ റെഡിയാക്കി വെക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത് 0.5 സെക്കൻഡിൽ നിന്നാണ് ഈ ഒരു കട്ട്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൂം എഫക്റ്റ് ആണ് വേണ്ടത്. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ ഒരു സൂം എഫക്റ്റിന് വേണ്ടി നമ്മൾ എഫക്റ്റിൽ പോയിട്ട് ഈ ഒരു സൂം ലെൻസ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിലെ സ്പീഡ് നമുക്കൊരു 73 ആക്കി കൊടുക്കാം. 73 ആക്കാം. അതിൻ്റെ അടിയിലാണ് ഒരു റേഞ്ച് നമുക്കൊരു 30 ആക്കി കൊടുക്കാം. 30 ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് എഫക്റ്റ് ആണ് ബ്ലർ. അപ്പോൾ ബ്ലർ ആഡ് ചെയ്യാനായിട്ട് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ലെൻസിൽ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു 2 കട്ട്സിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒബ്ജക്റ്റിൽ പോയിട്ട് നമുക്ക് ഓൾ ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റിൽ ചെന്നിട്ട് സെൻട്രലായിട്ട് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. സെൻട്രലും 100, ലെഫ്റ്റിലും റൈറ്റിലും 0. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ഈ കാണുന്ന ഈ ഒരു 2 കട്ട്സിൻ്റെ ഇടയിലായിട്ട് ആ ഒരു ബ്ലർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ബ്ലർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 0.7 ട്രാൻസിഷൻ ആഡ് ചെയ്യണം. സോ അതിനായ ഒരു ട്രാൻസിഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാമറയിൽ പോയിട്ട് ഈ ഒരു പുൾ ഔട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സൂം ഔട്ട് ആവണ ഈ ഒരു ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. അതുമാത്രം പോരാ, നമുക്ക് അവിടെ ഒരു സൂമും കൂടെ വേണം. സോ അതിനെ നമുക്ക് എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു ഇത്ര ആയിട്ട് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 0.8 ആ കട്ട്സ് ഒന്ന് ജസ്റ്റ് സൂം ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് എൻഡിങ്ങിൽ അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സ്ക്രീനിലാണെന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫ്ലോ 2 എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഗ്രാഫിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്കൊരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അടിയേക്കാക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കണ എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സൂം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു സൂമിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. ഓക്കെ, നമുക്കിനി സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 0.8 നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബാറിൻ്റെ ഈ ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓവർലി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കട്ട്സിൻ്റെ അവിടം വരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മേലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഈ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കാം. ഈ ഒരു സ്ഥലത്ത് കീ ഫ്രെയിം ആഡ് ആക്കി കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഇമേജ് നേരെ അടിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് നീക്കിയിട്ട് അപ്പുറത്തെ കട്ട്സിൻ്റെ അവിടെ ആയിട്ട്
ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്ലാക്ക് മേലോട്ടാക്കി കൊടുക്കുക, അടിയിലുള്ള അടിയിക്കും ആക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു എഫക്റ്റ് വരും. ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്ലാക്ക് പോണത് അതൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിൽ ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. ഈ ബ്ലാക്ക് ബാർ ആഡാക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റിലെ ഒരു കീ ഫ്രെയിം ആഡാക്കി കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കി കൊടുക്കുക, അടിയിലുള്ളത് അടിയിലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ടെണ്ണം ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ വരുന്നത് കാണാം. സോ അത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിൽ ആഡാക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ വരുന്ന കാണാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഒരു ബ്ലർ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ഒരു ട്രാൻസിഷൻ്റെ ആ ഒരു ഇടയിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ജസ്റ്റ് ആ ഒരു ആ ഒരു ബ്ലർ ട്രാൻസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ചെയ്ത് കൊടുത്തോളം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ആക്കണം. സോ അതിന് നമ്മൾ ആ ഒരു ബ്ലറിൻ്റെ ആ ഒരു എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ബ്ലറിൻ്റെ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലേസ് എന്ന് കാണും. സോ അതിൽ റിപ്ലേസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഷെയ്ക്ക് കാണാം. സോ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു സ്പീഡ് ഫുള്ളാക്കി കൊടുക്കുക. ഇൻറ്റൻസിറ്റി ജസ്റ്റ് ഒരു 12 അല്ലെങ്കിൽ 14 ആക്കി കൊടുത്തിട്ട് ഒരു കീ ഫ്രെയിം ആഡാക്കി കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഫുൾ 0 ആക്കി കൊടുക്കുക, എൻഡിങ്ങിലും ഫുൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കട്ടിൽ ജസ്റ്റ് ഒന്ന് സൂം ആവണ എഫക്റ്റ് കൊടുക്കാം. അതിനായി നമുക്ക് ആ ഒരു നെക്സ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്യുക. 0.10 ആ ഒരു കട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എൻഡിങ്ങിലായിട്ട് അതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്ക്രീനിലാണെന്ന് ഈ ഒരു ഫ്ലോ 2 എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാഫ് ആഡാക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു പോയിൻ്റ് അതിലേക്ക് ആഡാക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ കൊണ്ടുപോയിട്ട് അത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു സൂമിങ് കിട്ടും. ശേഷം നമുക്ക് ഇതിലേക്ക് ബ്ലർ കൊണ്ടുവരണം. സോ അതിനായിട്ട് നമുക്ക് ബ്ലറിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ നമുക്കിവിടെ ബ്ലർ അത്യാവശ്യം ബോറായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്താൽ മതി. സോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ആ ഒരു ബീറ്റിനനുസരിച്ച് കിട്ടും. ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഷെയ്ക്കും കൂടെ എടുക്കുക. ആ ഒരു ഷെയ്ക്ക് എഫക്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു ഗ്രാഫ് കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് 0.11 ആ ഒരു ട്രാൻസിഷൻ നോക്കാം. സോ ഈ ഒരു കട്ട് ഔട്ട് ട്രാൻസിഷൻ ഒക്കെ ഇതിലാണ് വരിക 0.11. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സൂമിൻ ട്രാൻസിഷൻ ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡാക്കി എൻഡിങ്ങിലായിട്ട് സൂമിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്രാഫിൽ പോയിട്ട് ആ ഒരു ഫ്ലോ കൊടുക്കുക. ഫ്ലോ 2 എന്ന് പറഞ്ഞ ഗ്രാഫ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു 0.12 കട്ട്സ് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഓവർലേ ആക്കി എടുക്കണം. സോ അതിനെ നമുക്ക് 12 ക്ലിക്ക് ചെയ്തിട്ട് 12ാമത്തെ കട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫ്രീസ് എന്ന് പറഞ്ഞ് കാണും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസായി കിട്ടും. അപ്പുറത്തുള്ളത് വീഡിയോ, ഇപ്പുറത്തുള്ള ഫോട്ടോ. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അത് ഓവർലേ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു 11ാമത്തെ ആ ഒരു ടൈമിലെ കട്ട്സിൽ കൊണ്ടുപോയിട്ട് വെക്കാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ആ ഒരു 12ാമത്തെ കട്ട്സിലേക്ക് കിടക്കണതിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വെക്കാം. ശേഷം നമുക്ക് ആ ഒരു ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. റിമൂവ് BG എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എൻഡിങ്ങിലായിട്ട് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ഇത്തിരി സൂം ചെയ്തിട്ട് അടിയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ആ ഒരു മേലോട്ട് വരുന്ന ആ ഒരു ട്രാൻസിഷൻ അവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കട്ട് ഔട്ട് ആനിമേഷനിൽ ജസ്റ്റ് ഒരു ബ്ലർ കൊടുക്കണം. സോ അതിനെ നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസിൽ പോയി കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ഈ കിടക്കണ ഈ ഒരു ബ്ലർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കീ ഫ്രെയിം സ്റ്റാർട്ടിങ് കൊടുക്കുക, എൻഡിങ്ങിൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു ബ്ലർ പോണ രീതിക്കാവും. ഓക്കെ,
ഓക്കെ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആവണം. സോ ഒരു കട്ടൗട്ട് ആനിമേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കണം. സോ അതിനെ വീണ്ടും എഫക്ട് സെക്ഷനിൽ പോയിട്ട് ലെൻസിൽ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ വരെ ആക്കി വെച്ചിട്ട് അതിൻ്റെ ഒബ്ജക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കട്ടൗട്ടിൻ്റെ ബാക്കിലായിട്ടാണ് ബ്ലർ വന്നിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് അതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ബ്ലറ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, എൻഡിങ്ങിൽ കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കട്ടൗട്ട് വരുന്നതിനനുസരിച്ച് തന്നെ ആ ഒരു ബ്ലറും വരും. ഓക്കെ, ഇനി ആ ബ്ലറ് വരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവണം. സോ അതിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞ് നമുക്ക് ആ ഒരു സാറ്റുറേഷൻ ഉള്ളിടത്ത് ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കുക. ദെൻ ആ ഒരു കട്ടൗട്ട് കയറി വരുന്നിടത്തായിട്ട് അതിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു കട്ടൗട്ട് ആനിമേഷൻ. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട്ടൗട്ട് ആനിമേഷനും ഈ ഒരു 3 കട്ട്സ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ആയിട്ട് വരണം. അതിന് നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ലെൻസിൽ ഈ ഒരു സൂം ലെൻസ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് കാണും. സോ അത് ജസ്റ്റ് ഒന്ന് രണ്ടാമത്തെ ക്ലിപ്സും കൂടെ കൂട്ടിയിട്ട് വെച്ച് കൊടുക്കുക. ആ ഒരു 11 തൊട്ട് 12 വരെയുള്ള ആ ഒരു കട്ട്സ് വരെ ജസ്റ്റ് ഒന്ന് എഫക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഓൾ ആക്കി കൊടുക്കണം. സോ അതിനെ നമുക്ക് ആ ഒരു എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ പോയി കഴിഞ്ഞിട്ട് ഓൾ ആക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ജസ്റ്റ് സൂം ആയിട്ട് വരുന്ന ആ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കട്ടൗട്ട് ആനിമേഷൻ വരുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു ഷെയ്ക്ക് കൊടുക്കണം. സോ അതിനെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഷെയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ ഒരു കട്ടൗട്ട് ആനിമേഷൻ എവിടെയാണ് വരുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു കട്ടൗട്ട് ആനിമേഷൻ വരുന്നതോടനുസരിച്ച് തന്നെ നമ്മുടെ ആ ഒരു ഷെയ്ക്കും വരും. ഇനി 11ാമത്തെ ടൈം തൊട്ട് നമുക്ക് വേറൊരു ട്രാൻസിഷനാണ്, ഈ ഒരു സൈഡ് ടു സൈഡ് വരുന്ന ആ ഒരു ട്രാൻസിഷനാണ്. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു 11ാമത്തെ കട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുത്തിട്ട് എൻഡിലെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് സൂം ആവണ രീതിയിൽ സെറ്റാക്കി കൊടുക്കുക. അത്യാവശ്യം ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് സൂം വരണമെങ്കിൽ റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ശേഷം ഇതേപോലെ തന്നെ അപ്പുറത്ത് ഉള്ള ആ ഒരു 3 കട്ട്സിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. 12ാമത്തെ കട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ട്രാൻസിഷൻ ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് അങ്ങനെ വരുന്ന ആ ഒരു ട്രാൻസിഷനാണിത്. ജസ്റ്റ് ഈ ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ആക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ ആ ഒരു 3-4 കട്ട്സിലും നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കണ്ട, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലാഗാവും. ഓക്കെ, ഇവിടെ ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിലായൊരു ഗ്രാഫൊക്കെ സെറ്റ് ആക്കിയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലായൊരു ട്രാൻസിഷൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി എഫക്റ്റുകൾ ആഡ് ആക്കി കൊടുക്കാം. അതിനായി നമുക്ക് ആദ്യം ആഡ് ചെയ്ത ഒരു ബ്ലർ എഫക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു കട്ട്സിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ 100 എന്നുള്ള ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അഡ്ജസ്റ്റിൽ പോയിട്ട് സെൻട്രലായ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം, എൻഡിങ്ങിലും ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആവാൻ വേണ്ടി 2 ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് 2 ആഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു എഫക്റ്റൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഈ ഒരു കട്ട്സിലൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു ബാക്കിയുള്ള സ്ഥലത്ത് വരുന്ന ട്രാൻസിഷൻ ഞാൻ പാർട്ട് 2 പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോ പോയി കണ്ടോളൂ.